എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഇന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ ഈ രംഗത്തിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ കേരള സർക്കാരിൻ്റെ കാലത്ത് ഈ രംഗം ഡെവലപ്പ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ രംഗത്തിന് ആവശ്യമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ വരെ നിലവിൽ വന്നു കഴിഞ്ഞു. എന്നിട്ടും ഇന്നും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയെ സംശയമാണ്. പലരും ഒരു സംശയത്തോടു കൂടിയാണ് ഈ ഇൻഡസ്ട്രിയെ നോക്കിക്കാണുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നോക്കേണ്ടത് ട്രഡീഷണൽ ബിസിനസ് എന്താണെന്നുള്ളതാണ്. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ ബിസിനസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ പോയിട്ടായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു കമ്പനി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതൊരു C&Fനെ ഏൽപ്പിക്കുന്നു. ആ C&F അതൊരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിക്കുന്നു. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ അതൊരു ഹോൾസെയിലറിനെ ഏൽപ്പിക്കുന്നു. ഹോൾസെയിലർ അത് നിരവധി റീറ്റെയിലേഴ്സിനെ ഏൽപ്പിക്കുന്നു. ഈ റീറ്റെയിലറിൽ നിന്ന് നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങിക്കുന്നു. മാത്രമല്ല, ഇവിടെ വലിയൊരു പരസ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ കമ്പനി നിരവധി ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സഹായത്തോടു കൂടിയാണ് ഈ ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഒരു ഉൽപ്പന്നം കമ്പനി മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഒരു 100 രൂപയുടെ ഉൽപ്പന്നമാണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 30 രൂപയായിരിക്കും. ബാക്കി വരുന്ന 70 രൂപ എവിടെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇടനിലക്കാർക്കും അതുപോലെ തന്നെ പരസ്യക്കാർക്കും കമ്മീഷനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളും നമ്മുടെ മുൻ തലമുറക്കാരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നിരവധി ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും നമ്മൾ കമ്മീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് വാസ്തവം. എന്നാൽ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു, നേരിട്ട് ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. മാത്രമല്ല, ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല. അപ്പോൾ ഈ ഇടനിലക്കാർക്കോ പരസ്യക്കാർക്കോ കൊടുക്കേണ്ടി വരുന്ന തുക കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആരാണോ വിതരണം ചെയ്യുന്നത് അവർക്ക് തന്നെ വിവിധ ബോണസുകളായിട്ട് കമ്മീഷനായിട്ട് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ കമ്പനി നേരിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കേണ്ടി വരുന്ന തുക കമ്പനി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് വിവിധ വരുമാനങ്ങളായിട്ട്, വിവിധ ബോണസുകളായിട്ട്. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ രംഗത്തെക്കുറിച്ച് സംശയത്തോടു കൂടി നോക്കിക്കാണരുത്. നിങ്ങളൊരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന, ഒരു ഉയർന്ന ജീവിത നിലവാരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക്